രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചികന്നിരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചികന്ന് കണ്ടുപിടിക്കുന്ന ആ സമയം കൊണ്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു തീരുമാനമെടുക്കും. അതിനുശേഷം പോരെ ജവഹർലാൽ നെഹ്റുവിന്റെ പിറകെ പോകുന്നത്, പണ്ടത്തെ ചരിത്രത്തിലേക്ക് പോകുന്നത്? അതിനു മുൻപായി ഇപ്പോൾ ഉള്ള പ്രശ്നം അത് സോൾവ് ചെയ്യാൻ നോക്കൂ. അനിൽകുമാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നല്ല, അതിനു മുൻപായി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ജവഹർലാൽ നെഹ്റു പണ്ട് ബാബരി മസ്ജിദ് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ഫണ്ട് വെച്ചിട്ട്. എന്നാൽ അത് തടഞ്ഞിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. ഈ ആരോപണത്തിൽ സത്യമുണ്ടോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ അതല്ല നമ്മളുടെ വിഷയം. നമ്മളുടെ വിഷയം ഈ ചരിത്രത്തിലേക്ക് എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? ഇവിടെ ഉള്ള പ്രശ്നം, ഇപ്പോൾ ഉള്ള പ്രശ്നം തീർക്കണം. കാരണം നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഡിഫൻസ് കമ്പനീസ്